വെൽക്കം ടു ഫുഡ് അഡിക്ട്സ് ബൈ നീതു. ഇന്ന് നമ്മൾ എവിടെയാണെന്നറിയോ, നമ്മുടെ എപ്പോഴത്തെയും ഫേവറേറ്റ് ആയ ബൃന്ദാവൻ്റെ പുതിയ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ എനിക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ അതിന് വന്നിട്ടാണ്. അപ്പോൾ എടപ്പള്ളിയിലുള്ള ബൃന്ദാവൻ്റെ പുതിയ ഔട്ട്ലെറ്റ് നിങ്ങളിൽ പലരും പോയിട്ടുണ്ടാകും. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം എപ്പോഴും പോകണമെന്ന് വിചാരിക്കും. 2 പ്രാവശ്യം പോയപ്പോഴും ഭയങ്കര തിരക്കാണെങ്കിൽ തിരിച്ചു വരേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഇന്ന് പോയി സമയം കണ്ടെത്തി. ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, കൃഷ്ണൻ്റെ രാധേൻ്റെ കിഡിലനാണ്. പിന്നെ അതിൻ്റെ ആംബിയൻസ് പറയാതെ വയ്യ. ശരിക്കും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള അതുപോലത്തെ ആംബിയൻസ് ആണ്. ചെന്ന വഴി ഒരു വടാപ്പാവാണ് ഓർഡർ ചെയ്തത്. നല്ല ഹെവി ആയിട്ടൊരു വടാപ്പാവായിരുന്നു കേട്ടോ, കാണാൻ തന്നെ കിഡിലൻ. പിന്നെ പാത്തുക്കുട്ടന് ഒരു ന്യൂഡിൽ സൂപ്പ് വേണമെന്നുണ്ട്, അത് ഓർഡർ ചെയ്തു. പിന്നെ നമ്മുടെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ബേൽപൂരിയും ദഹിപൂരിയും ഒക്കെ ഓർഡർ ചെയ്തു. ദഹിപൂരി പാത്തുക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ വിഷ്ണു ഓർഡർ ചെയ്ത് നമ്മുടെ പാവ് ഭാജി ട്രൈ ചെയ്യാം, വടാപ്പാവ് ട്രൈ ചെയ്യാം, പാവ് ഭാജി അല്ല വടാപ്പാവ് ട്രൈ ചെയ്യാം എന്ന് ഓർത്തു. അപ്പോൾ ദേ അവിടെ ഗീ പൊടി റോസ്റ്റ് വന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണൊന്ന് ശരിക്കും തിളങ്ങി കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വടാപ്പാവ് ട്രൈ ചെയ്തിട്ട് ഗീ പൊടി റോസ്റ്റിലേക്ക് ആക്രമിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് ടേസ്റ്റ് കൂടുതൽ എന്ന് പറഞ്ഞ പോലെ എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പാത്തുക്കുട്ടൻ്റെ കുറച്ച് ദഹിപൂരിയും കൂടെ ഞാൻ മോഷ്ടിച്ചു, അതും ഞാൻ കഴിച്ചു. അതും അടിപൊളിയായിരുന്നു. സൂപ്പും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കുറച്ചുകൂടെ ചിക്കൻ സൂപ്പാണ് ഇഷ്ടം. വെജ് സൂപ്പ് എനിക്ക് അത്ര പ്രിയമല്ല. പിന്നെ അമ്മയ്ക്കും പാത്തുവിനൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വെജ് സൂപ്പ് ഓർഡർ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ബേൽപൂരിയുടെ ഒരു പ്രത്യേകത എന്താ അറിയോ, അതിൻ്റെ പാത്രം തന്നെ ഒരു പ്രത്യേക ഡിഫറൻറ്റ്, ഒരു ബോട്ടിൻ്റെ ഷേപ്പിലുള്ള പാത്രം. എനിക്ക് ആ പാത്രവും ഇഷ്ടമായി. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നേരെ പോയത്, ഞാൻ വന്നപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ക്യൂ ആയിരുന്നു കൃഷ്ണൻ്റെ അതയുടെ മുമ്പിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇറങ്ങാറായപ്പോഴേക്കും അത്യാവശ്യം ഹോട്ടൽ അടയ്ക്കേണ്ട സമയമായി. അപ്പോൾ ഞാൻ നേരെ പോയി അവിടെ പോയിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഭയങ്കര രസമാണ് അവിടെ കാണാനായിട്ട്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഫ്രണ്ട് കൗണ്ടറിൽ കുറേ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ ഉണ്ട്. ദെൻ ഇവിടെ സീറ്റിംഗ് കപ്പാസിറ്റി താഴെ മാത്രമല്ല, സ്റ്റെയർ കയറി മുകളിൽ പോയാൽ മുകളിലും ഒരു അടിപൊളി സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി താഴത്തെ ആ വ്യൂവും കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി. ഇതിൻ്റെ പുറമെ ഇവർക്കൊരു സ്പെഷ്യൽ ഡൈനിങ് ഏരിയ ഉണ്ട്, പ്രൈവറ്റ് ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞിട്ട് വേറൊരു സെപ്പറേറ്റ് റൂമുണ്ട്. അപ്പോൾ നമ്മളൊരു ഫാമിലി കുറച്ച് പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു അടിപൊളി സ്പോട്ടും ഇവരിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇതിൻ്റെ സൈഡിൽ എല്ലാ ബൃന്ദാവനിലും ഉള്ള പോലെ ബൃന്ദാവൻ ലഘു എന്ന് പറഞ്ഞ് ചെറിയൊരു ഔട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ചായയും സ്നാക്സും ചെറിയ സ്വീറ്റ്സും ഒക്കെ അവിടെ നിന്ന് മേടിച്ച് അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു ചെറിയ സ്ഥലവും കൂടെ അവരൊരുക്കിയിട്ടുണ്ട്. ഇഷ്ടം പോലെ സ്വീറ്റ്സ് അടുക്കി വെച്ചാൽ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പം നല്ല കിഡിലൻ ഫുഡും ആംബിയൻസും ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യൂ ബൃന്ദാവൻ എടപ്പള്ളി ഔട്ട്ലെറ്റ്. മറ്റൊരു വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.